നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൈവെട്ടു കേസിലെ മുഖ്യപ്രതി സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രാദേശിക നേതാക്കളെക്കുറിച്ചുള്ള അന്വേഷണം NIA ആരംഭിച്ചു. സവാദിന് 13 വർഷക്കാലം ഒളിവിൽ കഴിയാൻ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാക്കൾ മുതൽ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ വരെ എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഒളിവിൽ കഴിയുന്ന സമയത്ത് പോലും പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു സവാദ്. രഹസ്യ യോഗങ്ങളിൽ പരിശീലകന്റെ വേഷത്തിലെത്തിയിരുന്നു. ആയുധ പരിശീലനം അടക്കം നടത്തിയിരുന്നു. പലർക്കും ആയുധ പരിശീലനം നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങളും NIA സംഘം ശേഖരിക്കുകയാണ്. മട്ടന്നൂരിലും ബേലൂരിലും അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ കോട്ടകളിൽ പല കാലഘട്ടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞാണ് സവാദ് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇയാൾക്ക് വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും NIA കണ്ടെത്തിയിരിക്കുന്നു. ഇയാളെ സഹായിച്ചവർ ആരൊക്കെയാണ്, ഇയാളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണ്, ഈ അന്വേഷണമാണ് ഇപ്പോൾ NIA നടത്തുന്നത്. സവാദുമായി ബന്ധമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയ നേതാക്കളിൽ പലരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്ഥലത്ത് നിന്ന് മുങ്ങിയിരിക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുന്നു. കൈവെട്ടു കേസിന് ശേഷം ബാംഗ്ലൂരിലേക്ക് കടന്ന സവാദ് പിന്നീട് വളരെ കരുതലോടുകൂടിയാണ് ജീവിതം നയിച്ചത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. തന്നോട് അടുപ്പമുള്ളവരുടെ ഫോണുകളാണ് പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചത്. തന്റെ ഒപ്പം പണി ചെയ്യുന്ന ബീഹാറി സ്വദേശികളായിട്ടുള്ള ചില ആളുകളുടെ ഫോണുകളാണ് നിരന്തരം ഉപയോഗിച്ചത്. തന്റെയോ ഭാര്യയുടെയോ കുടുംബത്തിന്റെയോ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു. പെരുമ്പാവൂർ സ്വദേശിയായ സവാദ് വിവാഹശേഷം ഒരിക്കൽ മാത്രമാണ് ജന്മനാട്ടിൽ എത്തിയത്, അതും അതീവ രഹസ്യമായി. സവാദിന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഭാര്യയുടെ നാടായ കാസർഗോഡിൽ വലിയ വില കൊടുത്ത് ഭൂമിയും വീടും വാങ്ങാൻ ഇയാൾ തീരുമാനിച്ചിരുന്നു. അതിന് അഡ്വാൻസ് നൽകിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്പോൺസർമാരുമാണ് ഇയാൾക്ക് പണം നൽകാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നിരോധനം മൂലം ആ പണം കൃത്യസമയത്ത് നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീട് വാങ്ങൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തന്നെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും അടുത്ത സുഹൃത്തുക്കൾ പോലും അറിയാതിരിക്കാൻ കൃത്യമായി സവാദ് ശ്രദ്ധിച്ചിരുന്നു. കണ്ണൂരിലും ബേലൂരിലും അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ക്യാമ്പുകളിൽ ഇയാൾ സജീവമായി പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ പോപ്പുലർ ഫ്രണ്ടിന് ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ പല കാലഘട്ടങ്ങളിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. പ്രാദേശികമായി ഇയാളെ സഹായിച്ച ആളുകൾ തന്നെ കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. പോലീസിൽ നിന്ന് തന്നെ സവാദിന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും NIAക്കുണ്ട്. കാരണം അല്ലാതെ 13 വർഷം ഒരാൾക്ക് എങ്ങനെയാണ് ഒളിവിൽ കഴിയാൻ കഴിഞ്ഞത് എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്ന ചോദ്യം. NIAയുടെ കൃത്യമായ നിരീക്ഷണത്തിനൊടുവിലാണ് സവാദ് എന്ന് പറയുന്ന കൊടും കുറ്റവാളി അറസ്റ്റിലാകുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേരളത്തിൽ നിന്നും NIA അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻകാല നേതാക്കന്മാരെ ചോദ്യം ചെയ്തതിലൂടെയാണ് കേരളത്തെ നടുക്കിയ കൈവെട്ടു കേസിലെ മുഖ്യ പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതിനു പിന്നാലെ മട്ടന്നൂരിലെ വീട്ടിലെത്തി അന്വേഷണ സംഘം സവാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പുലർച്ചെ കേരള പോലീസിനെ അറിയിക്കാതെയാണ് അന്വേഷണ സംഘം കണ്ണൂരിലെത്തിയത് സവാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കേരള പോലീസിലെ പച്ചവെളിച്ചംകാർ ഒറ്റ കൊടുക്കുമെന്നുള്ള ഭയം NIAക്കുണ്ടായിരുന്നു. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നടപടികളിലും അറസ്റ്റിലും ഇതേ തന്ത്രമാണ് ദേശീയ സുരക്ഷാ ഏജൻസി സ്വീകരിച്ചിരുന്നത്. അവിടെയും ഒരു ഘട്ടത്തിലും കേരള പോലീസിനെ അറിയിക്കാതിരിക്കാൻ, ഇതിൽ ഇടപെടുത്താതിരിക്കാൻ അന്വേഷണ സംഘം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരള പോലീസിനെ NIA വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേരള പോലീസിന്റെ സഹായം പോപ്പുലർ ഫ്രണ്ടിന് ലഭിക്കുന്നുണ്ട്. കേരള പോലീസിൽ തന്നെ പോപ്പുലർ ഫ്രണ്ടിനോട് ആഭിമുഖ്യമുള്ള നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം കേന്ദ്ര ഏജൻസികൾക്കും അറിയാം. രാജ്യത്തിനെ നടുക്കിയ നിർണായകമായ അറസ്റ്റ് ഉണ്ടായപ്പോഴും കേരള പോലീസിനെ അറിയിക്കാതെയാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ എത്തിയത്. രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ, രാജ്യത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, ജനാധിപത്യ ഭരണത്തെ ഇല്ലാതാക്കാൻ, അതിനുശേഷം
മതഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരാനുള്ള വലിയ ഗൂഢാലോചനയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം നടത്തിയതെന്നുള്ളത് പുറത്തുവന്ന വിവരങ്ങളാണ്. അത്തരത്തിൽ രാജ്യത്ത് അട്ടിമറിയും സ്ഫോടനവും നടത്താൻ ശ്രമം നടത്തിയ ആളുകളെ പിടികൂടിയ കേന്ദ്ര ഏജൻസിക്ക് കിട്ടിയ മറ്റൊരു തുമ്പായിരുന്നു സവാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ. സവാദിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച കേന്ദ്ര ഏജൻസി ഒരു നാൾ പുലർച്ചെ എത്തി സവാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളെ 13 വർഷം ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആരൊക്കെ, ഇയാൾക്ക് സാമ്പത്തികം നൽകി സഹായിച്ചത് ആരൊക്കെ, ഇയാളെ മരപ്പണിക്കാരന്റെ വേഷത്തിൽ അവിടെ എത്തിച്ച് സംരക്ഷിച്ചത് ആരൊക്കെ, വിദേശത്തടക്കം സവാദിന് ഫണ്ട് ലഭിച്ചത് എവിടെ നിന്നൊക്കെ നൽകിയത് ആരൊക്കെ, ഇവരെല്ലാം ഇനി അറസ്റ്റിലാകും. ഇവരെല്ലാം കൽത്തുറങ്ങളിൽ അടയ്ക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് NIA.